പ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരനുമായ പൊന്നിയം ചന്ദ്രന്റെ 10ാമത്തെ പുസ്തകം പ്രമുഖരുടെ ആത്മഹത്യയ്ക്ക് ഒരു ആമുഖം പ്രകാശനം ചെയ്തു. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ സന്തോഷ് ഏച്ചിക്കാനം പ്രകാശനം ചെയ്തു. 14 കഥകളുടെ സമാഹാരമാണ് പൊന്നിയം ചന്ദ്രന്റെ പുതിയ പുസ്തകം. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളുമെല്ലാം അടയാളപ്പെടുത്തുന്നവയാണ് കഥകൾ. പ്രമുഖ സാഹിത്യകാരൻ സന്തോഷ് ഏച്ചിക്കാനം പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരന്റെ നിലപാടുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന കഥകളാണ് പൊന്നിയം ചന്ദ്രന്റേതെന്ന് സന്തോഷ് ഏച്ചിക്കാനം പറഞ്ഞു. കഥ ഇങ്ങനെ പോകുന്ന ഒരു കാര്യമാണെങ്കിലും അതിൽ എഴുത്തുകാരന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു വരി അതിനകത്തുണ്ട്. അതിങ്ങനെയാണ്: പവിത്രന്റെ അടർന്നു വീഴാതെ നിന്ന കണ്ണീരിൽ പ്രദീപനും അവനെ തന്നെ കാണാൻ പറ്റി എന്ന ഒരു വരിയാണ്. അപ്പോ ഈ വേദനിക്കുന്നവന്റെ കണ്ണീരിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ വേണ്ടി പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ എന്തായിട്ട് മാറുന്നത്, അയാൾ എഴുത്തുകാരനായിട്ട് മാറുന്നത്. അതാണ് കഥയിൽ ശ്രീ പൊന്നിയം ചന്ദ്രേട്ടന്റെ നിലപാടുകൾ എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സന്തോഷ് ഏച്ചിക്കാനത്തിൽ നിന്നും VK ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങി. പൊന്നിയം ചന്ദ്രന്റെ ഇതുവരെയുള്ള 10 കൃതികളിൽ 5 ചിത്രകലയെ അടിസ്ഥാനമാക്കിയുള്ളതും 3 നോവലുകളും 2 ചെറുകഥാ സമാഹാരങ്ങളുമാണ്. തൃശ്ശൂരിലെ ഗ്രീൻ ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനായി. കാരായി രാജൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ദൃശ്യ പത്മനാഭൻ പുസ്തകം പരിചയപ്പെടുത്തി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ സ്വാഗതം പറഞ്ഞു. കൈരളി ന്യൂസ്, കണ്ണൂർ.